3 ആഴ്ചത്തോളം ഞാൻ ചെയ്ത എൻ്റെ കഷ്ടപ്പാട് വെള്ളത്തിൽ വരച്ച വര പോലെയായിട്ടോ. നമ്മൾ വരയ്ക്കുമ്പോൾ ഉള്ള ആ തെളിച്ചം മാത്രമേ ഉള്ളൂ. തിരിഞ്ഞു നോക്കിയവനിപ്പോൾ ഒന്നുമില്ല, ശൂന്യം. ഞാനിപ്പോൾ എന്താ ഇങ്ങനെ പറയണമെന്നല്ലേ, നമ്മളേറെ പ്രതീക്ഷിച്ച് ഏറെ ആഗ്രഹിച്ച് വളർത്തിക്കൊണ്ട് വന്ന നമ്മുടെ ഞാറക്കുറക്കാരിക്ക് ഒരു ദിവസം ഇരുണ്ട് വെളുത്തപ്പോഴേക്കും പെട്ടെന്ന് കാലിനൊരു തൊങ്ങല് പോലത്തെ ഒരു അസുഖം വരികയും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തു വരികയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അതിന് ഉള്ള മരുന്നും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു, ട്രീറ്റ്മെൻറ്റ് നടന്നു. പിന്നെ അതിൽ കുറവില്ലാണ്ടായിപ്പോൾ ഹോമിയോ മരുന്ന് കാണിച്ചു, അതിലെ ട്രീറ്റ്മെൻറ്റും നമ്മൾ നടത്തിക്കൊണ്ട് വരികയായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് അവളെ തിരിച്ചു പിടിക്കാനായില്ല. നമ്മുടെ ഞാറക്കുറക്കാരി ഇനി നമ്മളുടെ ചാനലിലോ നമ്മളുടെ വീഡിയോസിലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അവൾ നമ്മളിൽ നിന്നും പോയി. കാരണം നമ്മൾ ഏറെ അവളെ തിരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പണിപ്പെട്ടു. നമ്മൾ 3-4 ഡോക്ടർമാരൊക്കെ കൺസൾട്ടേഷൻ ചെയ്തപ്പോഴൊക്കെ പിന്നെ ഓരോ ദിവസവും കഴിയുന്തോറും അവർക്ക് ഒരു ഇൻക്രീസ് ഇല്ല കേട്ടോ. എപ്പോഴും ഒരു കീഴ്പോട്ട് പോകുന്നൊരു അവസ്ഥയൊക്കെ ആയിരുന്നു. ആദ്യം തന്നെ ഈ അസുഖം വന്നപ്പോൾ ചെറിയൊരു സപ്പോർട്ട് കൊടുത്താൽ തന്നെ അവൾ എണീക്കണമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ പൊക്കി എടുത്ത് നിർത്തേണ്ട അവസ്ഥ, പിന്നെ അധികം നേരം നിൽക്കാത്ത അവസ്ഥ, പിന്നെ നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് വീഴുന്നു, പിന്നെ തീർത്തും അവൾ കിടപ്പിലായിട്ടോ. അവസാനമായപ്പോൾ നമ്മൾ അവളെ മാറ്റി കിടത്താനൊക്കെ നമുക്ക് ചാക്ക് യൂസ് ചെയ്തേണ്ടി വന്നു കേട്ടോ. ചാക്ക് എടുത്ത് അവളതിൽ കിടത്തിയിട്ട് 2 സൈഡിലും പിടിച്ച് പൊക്കിക്കൊണ്ട് പോകുമായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് കൂട്ടുകാർ പറഞ്ഞു ചാക്ക് ഇങ്ങനെ വട്ടം വെച്ച് ജസ്റ്റ് ഒന്ന് ചാക്ക് കെട്ടി കൊടുത്ത് അവൾ അതിനുള്ളിൽ നിർത്താൻ. പക്ഷെ അങ്ങനെ നിർത്തുമ്പോൾ അവൾ ഓൾറെഡി പ്രസവിക്കാറായതുകൊണ്ട് തന്നെ വയറ് വീർത്തുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് അവൾക്ക് ബുദ്ധിമുട്ട് കാണിച്ചായിരുന്നു കേട്ടോ. ഞങ്ങളതൊക്കെ ചെയ്തു നോക്കിയായിരുന്നു. പക്ഷെ ആ വയറിൽ അവൾ തൂങ്ങിക്കിടക്കുമ്പോൾ വളരെയധികം അവൾ ഒരു കാലും ഇതിട്ടൊന്ന് അനക്കണ ഒരു അവസ്ഥയൊക്കെ വന്നു. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അങ്ങനെ ആ ഓപ്ഷനിൽ നിന്ന് മാറിയത്. പിന്നെ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് അവൾ വൈകുന്നേരം ആയപ്പോൾ അവൾക്ക് പെട്ടെന്ന് വയ്യാണ്ടായിട്ടോ. എനിക്ക് തോന്നുന്നു അവൾ ഒന്നാമത് ബോഡി വീക്കായിരിക്കുന്ന സമയത്ത് ഡെലിവറിയും കൂടിയും അടുത്ത ആ സമയം എനിക്ക് തോന്നുന്നത് പ്രസവിക്കാനുള്ളൊരു വേദനയും അതിൻ്റേതായൊരു ബുദ്ധിമുട്ടും എല്ലാം കൂടി വന്നപ്പോഴേക്കും ആട് മൊത്തത്തിലായിട്ട് ടയർഡായിട്ടോ. പിന്നെ അന്നേരത്തേക്കുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഏറ്റവും അവസാനം എടുത്ത വീഡിയോസ് ആട്ടോ നിങ്ങൾ ഈ കാണുന്നത്. നമ്മളിന്നും രാവിലെ ചാക്കും കൊണ്ട് ഇതുപോലെ എടുത്ത് അവളെ ഷിഫ്റ്റ് ചെയ്യുന്നത്.